നോട്ട് ബി ആങ്ഷ്യസ്. ചിന്താകുലരാകരുത്. കർത്താവിന് വളരെ നിർബന്ധമുള്ള ഒരു കാര്യമാണ് ഒത്തിരി ചിന്തിച്ച് ഇല്ലാത്ത രോഗമൊന്നും വരുത്തണ്ട. ഒത്തിരി ചിന്തിച്ചിട്ട് നമുക്കുള്ള വിശ്വാസം കൂടെ പോകണ്ട. അതിന് പകരം ഡു നോട്ട് ബി ആങ്ഷ്യസ്. 1 കൊരിന്ത്യർ 7:32 ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ ചിന്താകുലമില്ലാത്തവരായിരിക്കുന്നു എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. അത് നിങ്ങൾ പൗലോസ് എഴുതി അയക്കുകയാണ്. ഈ സഭകളിൽ എപ്പോഴും പ്രശ്നവും വഴക്കും ഉണ്ടല്ലോ, അതോർത്ത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടായിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾ ചിന്താകുലമില്ല, അതായത് ഇത് ഒത്തിരി ആലോചിച്ച് ഭയപ്പെടണ്ട, ഞാനതൊക്കെ വരുമ്പം ശരിയാക്കി കൊടുക്കാമെന്നുള്ള ഒരു അർത്ഥത്തിലാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ദൈവത്തിന് ആങ്സൈറ്റി കൊണ്ട് അല്ലെങ്കിൽ ഒത്തിരി വെപ്രാളപ്പെടുന്നുകൊണ്ട് ഒന്നും നേടുന്നില്ല. അത് കൂടുതൽ നമ്മൾ വിശ്വാസികളുടെ ഇടയ്ക്കാണ് കാണുന്നത്. ഈ മറ്റു മതക്കാർക്കൊക്കെ അതൊരു ഡെസ്റ്റിനിയാണ്, അതങ്ങനെ സംഭവിക്കും, അതിനൊരു മാറ്റം ഉണ്ട് അല്ലെ മാറ്റം ഇല്ല, അത് ദൈവത്തിൻ്റെ കയ്യിലാണ് എന്ന് അവർ പറയുന്നത് കേൾക്കാം. പക്ഷെ നമുക്ക് ഈ ദൈവത്തോടുള്ള അമിത സ്നേഹം കൊണ്ട് നമ്മൾ അവനെ ഒരു വ്യക്തിയായിട്ട് കാണുന്നതുകൊണ്ട് നമ്മുടെ വ്യക്തിത്വം എല്ലാം യേശുവിൽ ആട്രിബ്യൂട്ട് ചെയ്യും. നമ്മുടെ കൂട്ട് യേശുവും വെപ്രാളപ്പെടുന്നതാണ്. യേശുവിന് വെപ്രാളമൊന്നുമില്ല. യേശു എല്ലാം ചന്ത ഉചിതമായിട്ട് ചെയ്തെന്നാണ് പറഞ്ഞത്, എല്ലാം നന്നായിട്ട് ചെയ്തെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അപ്പം ഡു നോട്ട് ബി ആങ്ഷ്യസ്. ആവർത്തന പുസ്തകം 32:29, അവർ ജ്ഞാനികളായി ഇത് ഗ്രഹിച്ചു തങ്ങളുടെ ഭവിഷ്യം ചിന്തിച്ചെങ്കിൽ കൊള്ളായിരുന്നു. അതായത് നമുക്ക് ജ്ഞാനമുള്ളവരായിരിക്കണം. എന്താണ് നമ്മുടെ ഓരോ പ്രവൃത്തിയുടെയും ഭവിഷ്യം എന്താണെന്ന് അറിയണമെങ്കിൽ പരിശുദ്ധാത്മാവ് വരണം. അതല്ല എങ്കിൽ നമ്മൾ തോന്നുന്ന പോലെ അതിൽ ചിന്തിക്കുന്നത് വിളിച്ചു പറയുക, അത് ചിന്തിച്ചിട്ടില്ല അതിനു മുമ്പ് എല്ലാം വിളിച്ചു പറയുക, ആവശ്യമില്ലാത്തടത്ത് നമ്മൾ ചെന്ന് ഇടപെടുക, ഇതൊക്കെ പക്വതയില്ലായ്മയാണ്. പക്വത വന്നു കഴിയുമ്പം നമുക്ക് തന്നെ അതിശയം വരും നമ്മളെങ്ങനെയാണ് മാറിയെന്ന്. നമ്മൾ ചിലപ്പം പറയത്തില്ല എന്താ നിങ്ങളിപ്പോൾ ഇങ്ങനെ പെരുമാറുന്നത്. കാരണം ഹോളി സ്പിരിറ്റ് വരുമ്പോൾ സ്വഭാവത്തിൽ വ്യത്യാസം വരും, രൂപാന്തരം നമ്മളുടെ ചിന്താമണ്ഡലത്തിൽ അത് ആത്മാവുള്ളവർക്ക് മനസ്സിലാകും. പരിശുദ്ധാത്മാവുള്ള വ്യക്തിക്ക് വേറൊരാളുടെ പരിശുദ്ധാത്മാവുള്ള വ്യക്തി വരുമ്പം ഉള്ളിൽ വെളിച്ചം പകർന്നു വരും. അത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങിന് പോയപ്പം ഞാൻ അവിടെ ചെന്നിരിക്കുമ്പോൾ ഒരാൾ വേഗം കയറി വന്നു, എൻ്റെ ഉള്ളിലേക്ക് വെട്ടം കയറി വന്നു. ഐ ഫെൽ സോ ഹാപ്പി. അതായത് ആത്മാവിൻ്റെ വിവേചനമുള്ള ഒരാളും കൂടെ വരുമ്പം 2 പേർ ഐക്യമത്യപ്പെടുക എന്ന് പറയുമ്പം അവിടുത്തെ ശക്തി ആറ്റമിക് പവറാണ്. മനസ്സിലായോ? നമ്മൾ വികടമല്ല. അതാണ് ഒരു ഭാര്യ ഭർത്താക്കന്മാർ, ഭാര്യ ഓരോന്ന് പറഞ്ഞ് നമ്മൾ മറ്റുള്ളവർ പറഞ്ഞൊക്കെ വിശ്വസിച്ച് വെച്ചിരിക്കും. പക്ഷേ ഭർത്താവ് വന്നേച്ച് ഭർത്താവ് ചില കാര്യം പറയും, അവർ 2 പേരും ഒന്നാകുമ്പം പിന്നെ വേറൊരു തേർഡ് പാർട്ടി അവിടെ കയറൂല. എന്തുകൊണ്ടാണ് പിശാച് കുടുംബത്തിൽ കയറി കലക്കം ഉണ്ടാക്കുന്നത്? ബിക്കോസ് യൂണിറ്റി ഇല്ല. എന്തുകൊണ്ട്? പരിശുദ്ധാത്മാവില്ല, ഐക്യതയുടെ ആത്മാവ് ഒക്കെ ആങ്സൈറ്റി മൂലം. അതായത് ചിലർക്ക് ഭർത്താക്കന്മാർ ചിലപ്പോൾ എളുപ്പം ഉത്തരം പറയുന്നവരാകണമെന്നില്ല, ഭാര്യമാർ ചുമ്മാതെ ബഹളം വെക്കുന്നവരാകാം. ഇത് രണ്ടും കൂടെ ചേരത്തില്ല ഒരിക്കലും. അത് ചേരാത്തപ്പോൾ ആദ്യത്തെ ഒരു വർഷം കഴിയുമ്പം തൊട്ട് പിന്നെ വഴക്കാണ്. പിന്നെ ഒരു 5 വർഷം കഴിയുമ്പോൾ ആകെപ്പാടെ പിച്ചിക്കീറി ഇവർ സ്നേഹിച്ചത് എന്തൊക്കെ പറഞ്ഞ് ഇവർ സ്നേഹിച്ചോ അതെല്ലാം ഇവർക്ക് വിപരീതമായിട്ട് അവർ തന്നെ വിളിച്ചു പറയുന്നത് കേൾക്കാം. വളരെ സങ്കടമാണ്. പിച്ചിക്കീറ്. സ്നേഹം കൂടുമ്പം സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചൊട്ടിയിരിക്കും, പക്ഷെ സ്നേഹം ഇല്ലാതാകുമ്പം അതുപോലെ വിദ്വേഷത്തിൻ്റെ ആത്മാവാണ്. കാരണം പരിശുദ്ധാത്മാവിലല്ല ആ സ്നേഹം, വിശുദ്ധ സ്നേഹം അല്ല. ചിന്താകുലരാകരുത് എന്ന് പറയുന്നെങ്കിൽ ദൈവത്തിന് അതിനെക്കുറിച്ച് പ്ലാനുണ്ട്. മത്തായിയുടെ സുവിശേഷം 13:22 പറയുന്നു, മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ. അത് മുള്ളിൻ്റെ ഇടയിൽ വിതയ്ക്കപ്പെട്ടതിൻ്റെ ഗതി എന്താണെന്ന് ചോദിച്ചാൽ അത് 13:22 ഇങ്ങനെയാണ് വായിക്കുന്നത്, മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നു എങ്കിലും ഈ ലോകത്തിൻ്റെ ചിന്തയും ധനത്തിൻ്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനാക്കി കളയുന്നു. ആ നിഷ്ഫലമാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ വചനം കേൾക്കാഞ്ഞിട്ടല്ല, നന്മ ചെയ്യാഞ്ഞിട്ടുമല്ല, പക്ഷെ മുള്ളിൻ്റെ ഇടയിൽ കൊണ്ട് വിതച്ചു പോയോ അത് കുറച്ച് കഴിയുമ്പോൾ ഈ മുള്ള് ശക്തിയായിട്ട് വളർന്നു വന്നിട്ട് നമ്മുടെ നല്ല ചിന്തകളെയും എല്ലാത്തിനെയും ഞെരുക്കി ഇല്ലാതാക്കും. അല്ലേ? നമ്മൾ അവരുടെ അടുത്ത് വേറെ പ്രാർത്ഥിക്കാൻ പോകാമെന്ന് ചിന്തിച്ച് അവരുടെ വീട്ടിൽ
ആരുടെ മകൻ മിണ്ടത്തില്ല, മനകത്തിൽ ബഹളമുള്ള വീടാണെന്ന് വിചാരിക്കും. നമ്മൾ ചിന്തിക്കാം, ഇമാജിനേഷൻ. നമ്മളവിടെ ചെന്ന് പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ ആ ദുഷ്ടാത്മാവിൻ്റെ ഒരു ശക്തി എവിടെയുണ്ട് അറ്റ്മോസ്ഫിയറിൽ. അത് നമ്മൾ വേലി കെട്ടി പ്രാർത്ഥിച്ചില്ല എങ്കിൽ ചില കൃപയുള്ളവരുടെ മേൽ അത് അഫക്റ്റ് ചെയ്യും. വി ഹാവ് ടു ബി വെരി കെയർഫുൾ. വേലി കെട്ടണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കർത്താവ് പറയുന്നില്ലേ, ഈ സംഹാരദൂതൻ വന്നപ്പോഴേ സംഹാരദൂതനെ ദൈവം തന്നെയാണ് അയച്ചത്. പക്ഷെ സംഹാരദൂതനെ അയക്കുന്നതിന് മുമ്പ് മോശയെ കൊണ്ട് ദൈവം പറയിപ്പിക്കുന്നു, ഓരോ ഇസ്രായേൽ ജനതയും ഒരാട്ടിൻകുട്ടിയെ എടുത്തിട്ട് അതിനെ യാഗമാക്കിയിട്ട് അതിൻ്റെ രക്തമെടുത്ത് വീടിൻ്റെ മുകളിലും കട്ടിലപ്പടിയുടെ മുകളിലും സൈഡിലും വരയ്ക്കണം, രക്തത്തിൻ്റെ ചിഹ്നം ഇടണം. ഈ വീട്ടിനകത്ത് ആരാ താമസിക്കുന്നതെന്ന് പിന്നെ ഈ സംഹാരദൂതൻ നോക്കുന്നില്ല, അവരുടെ നന്മയോ തിന്മയോ ഒന്നും അവർ നോക്കുന്നില്ല. ദൈവം ഒരു ചിഹ്നം ഇടാൻ പറഞ്ഞു, ആ ചിഹ്നം ഇട്ടു, രക്ഷപ്പെട്ടു. അങ്ങനെ നമ്മളൊരു ചിഹ്നം ഇട്ടില്ല എങ്കിൽ നമ്മൾ ഓരോരുത്തർക്ക് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ വെറുതെ ആവശ്യമില്ലാത്ത ബന്ധനം ഉണ്ടാക്കി വെക്കാൻ ഇടയാക്കരുത്. ദീസ് ആർ പ്രിൻസിപ്പിൾസ് വിച്ച് ഷുഡ് ബി ടോട്ട് ഫ്രം എൻ യങ്ങർ ഏജ്. അതായത് നമ്മൾ പഠിപ്പിക്കുക, മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല. അതല്ല പരിശുദ്ധാത്മാവ വിടുന്നതെങ്കിൽ അതിന് ഉത്തരം കിട്ടും, നമ്മളെ ഉപദ്രവിക്കത്തുമില്ല. അതല്ലാതെ നമ്മൾ പോയി നിന്നാൽ വെറുതെ അടി വാങ്ങിക്കാമെന്നല്ല, ഒരു ഗുണവുമില്ല. അതുകൊണ്ട് ജഡത്തിൻ്റെ ചിന്ത മരണമാണ്, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും. റോമർക്ക് എഴുതിയ ലേഖനം 8:6. എപ്പോഴും ജഡത്തിൽ ചിന്തിച്ച് നമ്മൾ പോകുന്നോ അത് അവസാനം മരണമായി മാറും. നമ്മൾ ജഡത്തിൽ ആർക്കെങ്കിലും നന്മ ചെയ്തോ അത് ശാപമായി മാറും. എന്നാൽ ആത്മാവ് ചെയ്യുന്നതും ചിലപ്പം പ്രയാസമായി മാറുന്നുണ്ട്, പക്ഷെ നമുക്കതിൽ വേദനയില്ല. കാരണം നീ പറഞ്ഞു, ഞങ്ങൾ പോയി ചെയ്തു. ദാറ്റ്സ് ഓൾ ഇറ്റ് ഈസ്, വെരി സിമ്പിൾ. അതിപ്പോൾ എൻ്റെ ജോലിക്കാരൻ, ഞാനിപ്പോൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ എൻ്റെ ഗാർഡൻ വൃത്തിയാക്കാൻ ഒരാളെ വെച്ചിട്ടുണ്ടെങ്കിൽ വൈകിട്ട് പോകുമ്പോൾ അയാളുടെ കൂലി കൊടുത്ത് അയാളെ പറഞ്ഞു വിടും. അതിൽ കൂടുതലൊരു ബന്ധം അവരുമായിട്ടില്ല, അതിൽ കൂടുതലില്ല, അവിടെ നിർത്തുന്നു. അവർക്കും ഇല്ല നമ്മളോട്. ആ ഒരു ബന്ധത്തിൽ ആ ബന്ധത്തിന് ലിമിറ്റേഷനുണ്ട്. പക്ഷേ അങ്ങനെയല്ല, ദൈവമക്കൾ ഒന്നിച്ചു കൂടുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ഒരു റിപ്പർക്കഷനുണ്ട്. അതായത് അത് ചെയ്യുന്നതിന് ഒരു ഇങ്ങോട്ടൊരു ആഘാതമുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മൾ ജഡത്തിൽ ചിന്തിക്കുന്നതുകൊണ്ട് ഒന്നും നേടുന്നില്ല. എന്നാൽ ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും. അപ്പോൾ ജീവനും സമാധാനം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങി. ഈ അടുത്തിടെ ഒരാൾ എൻ്റെ അടുക്കൽ വന്ന്, ദൂരെ നിന്ന് വന്നിട്ടുണ്ട്, ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന് പല കാര്യങ്ങൾ പറഞ്ഞപ്പം അവിടുത്തെ പള്ളിയിലെ പ്രവർത്തനങ്ങൾ, ഇൻഡിപെൻഡൻറ്റ് ചർച്ച്, അവിടെ വലിയ പണമുള്ള പള്ളിയാണ്. പക്ഷേ പണം കൈകാര്യം ചെയ്യുന്നതും നടത്തുന്ന വിധം ശരിയല്ല. അപ്പോൾ ഇദ്ദേഹം ഒരു അക്കൗണ്ടൻറ്റും CFO ആയിട്ടൊക്കെ വർക്ക് ചെയ്തത്. അദ്ദേഹം അതിനകത്തുണ്ട് പെട്ടെന്ന് അതിൻ്റെ പാളിച്ചകൾ കണ്ടുപിടിച്ചു. ആ പാളിച്ചകൾ വിളിച്ചു പറയുമ്പോൾ പരിശുദ്ധാത്മാവില്ലെങ്കിൽ അത് ഡേഞ്ചറസ് ആണ്. പക്ഷെ പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടാണ് പറയുന്നത് എങ്കിൽ അതിനൊരു പോക്ക് വഴി ഉണ്ടാകും. നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ ചിന്തയിലാണ് പ്രവർത്തിക്കുന്നെങ്കിൽ അവിടെ സമാധാനം വരും, അവിടെ ജീവൻ വരും. ഒന്നിനെ എടുത്തു ചാടേണ്ട ആവശ്യമില്ല. വെയിറ്റ് upon the Lord. Wait. Let him do his majestic power. Allow him to do it. അതാണ് മോശയുടെ അടുക്കൽ ഫറോൻ പറഞ്ഞു, നീ ഇനി എൻ്റെ മുഖം കാണത്തില്ല. അതിൻ്റെ അർത്ഥം ദാറ്റ് മീൻസ് ഐ വിൽ കിൽ യു എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ മോശ പറഞ്ഞു, നീ പറഞ്ഞത് നിനക്ക് തന്നെ സംഭവിക്കുന്നു. അങ്ങനെ തന്നെ സംഭവിച്ചു. പിന്നെ ഫറവോൻ്റെ മുഖം പിന്നെ കണ്ടില്ല. കാരണം ഫറവോൻ വെള്ളത്തിൻ്റെ അടിയിൽ പോയി. വെള്ളത്തിൻ്റെ അടിയിൽ പോയെന്ന് തന്നെയല്ല, ഫറവോൻ്റെ ഡൈനാസ്റ്റിയും തീർന്നു. ഒന്നും വെറും കുറേ കല്ലുകൾ പിരമിഡ് പോലെ അവിടെ വെച്ചിട്ടുണ്ട്. മനുഷ്യന് മനസ്സിലാക്കത്തില്ല. മനുഷ്യൻ മനസ്സിലാക്കാത്ത ഒരു മൃഗങ്ങളെപ്പോലെ ജീവിക്കാൻ ഇടയാകരുത് എന്ന് പ്രാർത്ഥിക്കാം. 1 കൊരിന്ത്യർ 9:9 പറയുന്നു, മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത്. അധ്വാനിക്കുന്നവർക്ക് വേണ്ടത് കൊടുക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്. 1 കൊരിന്ത്യർ 9:9. അവരുടെ മതിക്കുന്ന കാളയുടെ മുഖത്ത് കെട്ടിവെച്ചിരുന്നാൽ അത് ക്ഷീണിക്കുമ്പോൾ എന്തെങ്കിലും ഇച്ചിരി കഴിച്ചെന്നെങ്കിൽ നമ്മൾ കുറച്ച് വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാകണം. ഗുപ്തമായ നിധി കണ്ടാൽ അത് നമ്മൾ കാണുന്ന വചനത്തിലാണ്, അത് വലിയ വിലയേറിയതാണ്. അതിനുവേണ്ടി നമ്മൾ ഒരുക്കത്തോടെ കടന്നു ചെന്നിട്ട് അത് വാങ്ങിച്ചെടുക്കാൻ നോക്കണം. അത് വേദപുസ്തകത്തിൽ മത്തായി സുവിശേഷം 13:45 പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ വിലപിടിപ്പേറിയ ഒരു മുത്ത് കണ്ടിട്ട് അതെല്ലാം പൊതിഞ്ഞ് വെച്ചിട്ട് ഓടിപ്പോയിട്ട് തനിക്കുള്ളതെല്ലാം വിറ്റേച്ച് ആ സ്ഥലം പോയി വാങ്ങിച്ചെന്ന്. അപ്പം ഏതാണ് വിലപ്പെട്ടതെന്ന് അറിയാൻ നമുക്ക് കഴിവ് വേണ്ടേ? ഇതൊക്കെ ബഹളം വെച്ച് ഈ ബഹളം വിപ്രതിയുള്ള ആളുകളുടെ അടുക്കൽ ഏറ്റവും എളുപ്പമാണ് അവരെ കളിപ്പിക്കാൻ. ഞാൻ പുത്തൻകാവ് സൈഡ് വർഷങ്ങൾക്ക് മുമ്പ്
അവർ ഈ സ്ത്രീകളെല്ലാം പാവങ്ങളാണ്, നല്ല മനുഷ്യരാണ് അവരെല്ലാം. പക്ഷേ ഈ ഭർത്താക്കന്മാർ ജോലിക്ക് പോകുമ്പം ഓരോരുത്തർ വരും, സെയിൽസ്മെൻ എന്നും പറഞ്ഞുകൊണ്ട് ഓരോരുത്തർ വന്ന് വിൽക്കും. അപ്പോൾ അവർ പറയും, ഈ സ്വർണ്ണമാല ഊരി തരാമെങ്കിൽ ഇത് ഞാൻ നല്ല വൃത്തിയാക്കി നല്ല ഗോൾഡ് നല്ല കളർ മാറ്റി കൊണ്ടുതരാം. നീ പാമ്പിടിച്ച പെൺപിള്ളേരെല്ലാം പെണ്ണുങ്ങളെല്ലാം അതെടുത്ത് കൊടുക്കും. ലാസ്റ്റ് പിന്നെ ആ വ്യക്തിയെ കാണാനില്ല. പിന്നെ അവരൊരു തീരുമാനം എടുത്തു, ഇങ്ങനെയുള്ളവരെ ആരെയും വീട്ടിൽ കയറ്റത്തില്ലെന്ന്. വളരെ നമ്മൾ ഈ ബഹളം വെക്കുന്നവരെ പലർക്കും ചതിക്കാനും ഉപായത്തിലാക്കാനും സാധിക്കും. എന്നാൽ ദൃഢതയുള്ളവരുടെ പിശാച് അടുക്കത്തില്ല. യു ബി വെരി കെയർഫുൾ. ചിന്താകുലമായിട്ട് നമ്മുടെ അന്നുള്ള നല്ല പ്രവൃത്തി പോലും നമ്മൾ മറന്നു പോകുന്ന ആ ഒരു അവസ്ഥ ഉണ്ടാകരുത്. പിന്നെന്താണ് ചിന്തിക്കേണ്ടത്? എന്നാൽ അതിന് മുമ്പായിട്ട് ഈ മത്തായിയുടെ സുവിശേഷത്തിൽ ഏകദേശം 6-ാം അധ്യായത്തിൽ 26 തൊട്ട് ചില വാക്യങ്ങളെ ഒന്ന് വായിക്കാം. ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, യേശുക്രിസ്തു പറഞ്ഞു തരികയാണ്. ആകാശത്തിലെ പറവകളെ നോക്കും, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. ശരിയല്ലേ? ഈ പക്ഷികളും ഈ കാണുന്ന കാക്കകളും ഈ മൃഗങ്ങളും ഒക്കെ ജീവിക്കുന്നത് എങ്ങനെ? അവരാരും ഒന്നും നമ്മുടെ കൂട്ടിവെക്കുന്നില്ല. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ? വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങൾക്ക് കഴിയുമോ? ഉടുപ്പിനെക്കുറിച്ച് വിചാരിക്കുന്നത് എന്ത്? വയലിലെ താമര എങ്ങനെ വളരുന്നെന്ന് നിരൂപിപ്പീൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നില്ല. എന്നാൽ ശലോമോൻ പോലും തൻ്റെ സർവ്വമഹത്വത്തിൽ അവയിൽ ഒന്നിനോളം ചമച്ചിട്ടിട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ശലോമോൻ ഉണ്ടാക്കിയ എല്ലാ കാര്യങ്ങൾക്കും അതിമനോഹരത്വമുണ്ട്. പക്ഷേ ഈ വയലിലെ ഒരു താമരയുടെ ഭംഗി അതിനില്ലെന്ന്. എത്ര മനോഹരം, ശരിയല്ലേ? ഈ താമരയൊക്കെ വളർത്തുന്നവർക്കറിയാം. ഞാനിവിടെ വളർത്താറുണ്ട്. ഒരു താമരയുടെ പൂവ് കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, അതിൽ നിന്നുള്ള ആ ഫ്രേഗ്രൻസ്, അതിൻ്റെ ആ മണം, അതൊന്നും നമ്മൾ വിചാരിച്ചാൽ പ്രൊഡ്യൂസ് ചെയ്യാനൊക്കത്തില്ലെന്നേ. അത് ദൈവം തന്നെ സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നു. എന്തിനാ പിന്നെ അതിനെത്രയും ഭംഗി കൊടുത്തെങ്കിൽ നമ്മളെ ദൈവം കരുതത്തില്ല? നമ്മളും അതുപോലെ ഒരു ഫ്രേഗ്രൻ്റ് ആണോ? നമ്മൾ സൗരഭ്യവാസനയുള്ളവരാണോ? ഇന്നുള്ളത് നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം. ആകയാൽ എന്ത് നാം തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കുമെന്ന് നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. അപ്പോൾ നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് നമ്മൾ യേശുവിനെ പൂർണ്ണമായിട്ടും ആശ്രയിക്കാൻ പഠിക്കണം. ഒന്നും പറഞ്ഞ് നമ്മൾ ജോലി ചെയ്യരുതെന്നല്ല ഉദ്ദേശിക്കുന്നത്. ഹി വിൽ പ്രൊവൈഡ് ഇറ്റ് നോ മാറ്റർ വാട്ട്. ജോലി ചെയ്യാൻ ആരോഗ്യമുള്ളവൻ ചെയ്യുക. അതുകൊണ്ട് നമ്മൾക്ക് മറ്റുള്ളവരെ കൂടെ സഹായിക്കാനും കൂടെ ഒക്കുമല്ലോ. മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്, നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. അതത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി. അന്നന്നത്തേക്കുള്ള ഭാരം ഉണ്ടെന്നേ, അത് മതിയെന്നേ. പക്ഷെ എന്താ നിർബന്ധമായിട്ട് പറയുന്നത്? ഒന്ന് മത്തായിയുടെ സുവിശേഷം 6:33, മുൻപേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടി സകലതും അവൻ ചെയ്തു തരും. ഈ ചെയ്തു തരുന്ന ഒരു ദൈവം 1 പത്രോസ് 5:7 അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലം അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. അപ്പോൾ ഉയരത്തിലുള്ളത് ചിന്തിച്ചിട്ട്, കർത്താവിൻ്റെ നന്മയെക്കുറിച്ച് ചിന്തിച്ചിട്ട് എന്താ ചിന്തിക്കേണ്ടിയെന്ന് കർത്താവ് പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവിൽ കർത്താവ് പറയുന്നത്, ഞാൻ എന്നെക്കുറിച്ച് നിങ്ങൾ ചിന്തിപ്പീൻ. 2 തിമോത്തി 2:7 എന്താണ് ചിന്തിക്കേണ്ടത്, നിങ്ങൾക്ക് എന്താണ് ഉറപ്പുണ്ടാകേണ്ടത്, അത് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ദൈവം ചെയ്യുമെന്ന്. ഇത് ആരെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞില്ല, ഞാനീ പറയുന്ന വ്യക്തിയും മറന്നുപോകും. അപ്പോൾ ഇൻ എ വേ ഇറ്റ് ഈസ് എഡിഫൈങ് മീ, ഇറ്റ്സ് എഡിഫൈങ് യു, ഇറ്റ്സ് എഡിഫൈങ് എവറിബഡി. മറ്റുള്ളവർക്ക് ഇത് പറയാം. 2 തിമോത്തി 2 തിമോത്തിയിലെ 2 തിമോത്തിയുടെ 2:7 ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ പറയുന്നത് ചിന്തിച്ചോളൂ. എന്താ ചിന്തിക്കേണ്ടതെന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് ചിന്തിക്കുക. കർത്താവ് സകലത്തിലും നിനക്ക് ബുദ്ധി നൽകുമല്ലോ. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അത് ആകുന്നു എൻ്റെ സുവിശേഷം. ഇതാണ് ചിന്തിക്കേണ്ടതെന്ന്. എന്താണ്? ദാവീദിൻ്റെ സന്തതിയായി ജനിച്ചു മരിച്ചു എന്നിട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതായിരിക്കണം. ഈ വാക്യം ഒരിക്കലും ആരും മറക്കല്ല. ഇതാണ് ഓർക്കേണ്ടത്, ഇതാണ് ഓർത്തുകൊണ്ടിരിക്കേണ്ടതെന്ന് ദൈവം പറയുന്നു. അത് കർത്താവിൻ്റെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ ചിന്തകൾ വരുമ്പോൾ ചിന്ത മാറ്റാൻ വേണ്ടി ഒന്നുകിൽ നമുക്കറിയാവുന്ന വാക്യങ്ങൾ, സങ്കീർത്തനം 23,
അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തിൻ്റെ അടുത്തുള്ള ലോർഡ്സ് പ്രെയർ, അതെല്ലാം നമുക്കറിയാവുന്ന ഏതെങ്കിലും ഒരു പാട്ട്, അല്ലെ സങ്കീർത്തനം 100, ഇതൊക്കെ എടുത്തിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയെങ്കിൽ 84, എന്തുമാത്രം 121 സങ്കീർത്തനം, ഇതൊക്കെ ഇങ്ങനെ പല പ്രാവശ്യം പറയുമ്പോണ്ടോ നമ്മുടെ ഉള്ളിൽ വരുന്ന ഈ ചിന്തകളൊക്കെ മാറി 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 വീണ്ടും യേശുവിനെ സിംഹാസനത്തിൽ ഇരുത്താൻ സാധിക്കും. ഒരിക്കലും ആകുല ചിന്ത ഉണ്ടാകരുത്. അല്പനേരം ചിന്തിച്ച് അതിനെ തള്ളി മാറ്റണം, എന്നിട്ട് യേശുവിനെ കൊണ്ട് റീപ്ലേസ് ചെയ്യുക. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, ഞങ്ങളെ ആകുല ചിന്ത ആകരുതെന്ന് പറയുന്നത് ഫിലിപ്പിയർ 4:6 തൊട്ടുള്ള വാക്യം, സന്തോഷിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ എന്നാണ് പറയുന്നത്. ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടരുത്. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടും സ്തുതിയോടും കൂടെ എന്നെ അറിയിക്കുക. അങ്ങനെ അറിയിച്ചാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദിവ്യ സമാധാനം ക്രിസ്തുവേശുവിങ്കൽ നമ്മൾക്ക് ലഭിക്കും. അങ്ങനെയാണ് വചനം പറയുന്നത്. അതിനാൽ നിന്നെക്കുറിച്ച് ചിന്തിപ്പാൻ, ക്രിസ്തുവിനെക്കുറിച്ച്, എപ്പോഴാണ് നമ്മളെ ഒന്ന് മറന്നിട്ട് യേശുവിനെ ചിന്തിക്കാൻ ഒക്കുന്ന അറിയത്തില്ല. പക്ഷെ വചനം വ്യക്തമായിട്ടും പറയുന്നു, ദാവീദിൻ്റെ പുത്രനായിട്ട് കടന്നു വന്ന് യേശു ക്രിസ്തു മരിച്ചു, ഉയർത്തെഴുന്നേറ്റ്, ക്രൂശിൽ കയറി ഉയർത്തെഴുന്നേറ്റ് നമുക്ക് വേണ്ടി പാപപരിഹാരം ചെയ്ത് യേശു പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. അതിനെക്കുറിച്ച് ചിന്തിക്കാൻ, ഉന്നതനായ ദൈവത്തിൻ്റെ ആ ഉന്നത പദവിയെക്കുറിച്ച് ചിന്തിക്കുമ്പം നമ്മുടെ ഓരോ ഭാരങ്ങളും ചെറുതായി 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 മാറിപ്പോകും. അങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുടെ പ്രയാസങ്ങളെ ഏറ്റെടുത്തിരിക്കുന്നതിനാൽ വിശ്വസ്തനായ ദൈവത്തിൻ്റെ വിശ്വസ്തത ഞങ്ങളിലേക്ക് പാസ് ചെയ്യുന്നതിന് നന്ദി പറയുന്നു. പ്രാർത്ഥനയുടെ ഉത്തരം തന്ന ദൈവമേ, തലമുറ തലമുറമേൽ നിൻ്റെ ശാശ്വത ഭുജം കൊണ്ട് തൊട്ടിരിക്കുന്നതിനാലും ഞങ്ങളെ അയക്കുന്ന വചനം ദേശത്ത് പടർന്ന് പറന്നു പോകുന്ന കാക്ക പോലും അതെടുത്തു കൊണ്ടുപോയി മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഇതൊക്കെ വേണം. കാക്കയ്ക്കൊരു സ്വഭാവമുണ്ട്, എന്തെങ്കിലും കിട്ടിയാൽ ബാക്കിയുള്ളവരെ കൂടെ വിളിച്ചു വരുത്തും. അങ്ങനെ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്കൂടെ കൊടുക്കാനുള്ള നല്ല മനസ്സ്, നന്മ ചെയ്യുന്ന ഹൃദയം ഞങ്ങൾക്ക് ഇട്ടു തരണമേ. പ്രാർത്ഥനയുടെ ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.